ഇവൻ്റെ സംഗതി ഔട്ട് ഓഫ് കൺട്രോൾ. അവന് ഓഫാക്കിയിട്ടുണ്ട്. നമ്മളിട്ട് സിംഗിൾ സബ് ആക്കിയിട്ട് അവിടെ ഉള്ളൊരു സബിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് സംഗതി ഇതാ ഈ കാണുന്ന പൈപ്പിൽ നമുക്ക് ജസ്റ്റ് ഇതാ ഈ ഒരു സാധനം എടുത്തിട്ട് ഈ നൊരുമ്പലൊക്കെ കളയണം. ജസ്റ്റ് ഇതാ ഇതൊരു വെച്ചിട്ട് നമുക്ക് ഗൈസ് അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ ചെക്കനെ പുറത്തിറക്കി. ഇതാണ്ടോ പുളിയൊക്കെ സംഗതി ചെക്കനെ കഴുകലൊക്കെ കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പുതിയ വണ്ടർ വിശേഷങ്ങളൊക്കെ കൂടിയിട്ടൊരു വീഡിയോ ആണ്. സോ എല്ലാവരും ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും ഉല്ലാസോക്സിന് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടികളെല്ലാം കാണിച്ചു. അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടികളൊക്കെ സ്റ്റാർട്ടാക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പുതിയ വണ്ടിയുടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. സംഗതി ഉള്ളൊക്കെ ഇതാ ഏതാണ്ട് ഏറ്റവും ക്ലീൻ ആക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പുതിയ ഇതൊക്കെ അടിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സംഗതി സെറ്റിങ്സും കാര്യങ്ങളൊന്നുമില്ല. പുതിയ വണ്ടിയുടെ ഉള്ളിൽ വെറും കാലിയാണ്. അപ്പോൾ സെറ്റിങ്സൊക്കെ കയറ്റണം. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കണം. അപ്പോൾ നമുക്ക് ചാവി ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുമ്പ് നമ്മുടെ ഓഫും ഓണും ബാറ്ററിയുടെ അത് ഓണാക്കിയിട്ട് ജസ്റ്റ് അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. അതിൻ്റെ മുമ്പ് ന്യൂട്രലാക്കി ആക്കണം. ഓക്കെ അപ്പോൾ നമ്മുടെ ഇവന് സംഗതി ബാറ്ററിക്കൊന്നും ഒരു പ്രശ്നമില്ല. സംഗതി പക്കയാണ്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവൻ്റെ എയർ പൈപ്പ് പൊട്ടിയെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ എയർ പൈപ്പ് ഒന്ന് റെഡിയാക്കണം. അപ്പോൾ അതിന് നേരെ ഇതിൻ്റെ അടിയിൽ പോകണ്ടേ. എവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എയർ കയറിയാൽ നമുക്ക് ആ പൊട്ടിയ ഭാഗം കാണാൻ പറ്റും. അപ്പോൾ അതൊന്നും നമുക്ക് റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണേണ്ടവർ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണുക. അപ്പോൾ എന്തായാലും വണ്ടി ഇനി എയർ കയറാണ്ടതാണ്ടോ. എയറിൻ്റെ മീറ്റർ കയറിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. ഇതും കയറണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ പുതിയ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വണ്ടി. ഇനി ഇൻറ്റീരിയർ കാണുന്ന ഒരുപാട് പേര് പറഞ്ഞു. അപ്പോൾ ഇൻറ്റീരിയർ കാണിക്കാമെന്ന് വെച്ചാൽ ഇതാണ്ടോ ഈ ഒരു രീതിയിൽ ഇൻറ്റീരിയറാണ്. നമ്മൾ വർക്കൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് അങ്ങനെ കുറഞ്ഞ് നിർത്തിയ വകുപ്പാണ്, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ അതുവരെ ജസ്റ്റ് എയർ ഒന്ന് കയറട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് എവിടെ എയർ പൈപ്പ് പൊട്ടി നമുക്ക് അവിടെ ജോയിൻ്റ് അടിക്കാം. ഓ ഗൈസ് അങ്ങനെ നമ്മുടെ ചെക്കനെ റിവേഴ്സ് ഇറക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇടയ്ക്കെടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാറുള്ളതാണ്. എന്തായാലും ഇപ്പോൾ റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അടിയത്തെ എയർ പൈപ്പ് പൊട്ടിയത് കാണിച്ചു തരാം. നീല പൈപ്പാണ് പൊട്ടിയത്. അപ്പോൾ അതെന്തായാലും നമുക്കൊന്ന് കാണിച്ചു തരാം. സംഗതി അങ്ങനെ എയർ പൈപ്പ് പൊട്ടിയത് കണ്ടുപിടിച്ചു. ഇതാണ്ടോ ഈ കണ്ടതാണ് ആ പൈപ്പ്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് അടിക്കണം. അപ്പോൾ നമുക്ക് 6ൻ്റെ കണക്ടർ 6ഓ 8ഓ ഒക്കെയാണ് ആ പൈപ്പ്. അപ്പോൾ ബ്ലേഡ് അവിടെ വണ്ടി ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി നൈസായിട്ട് ഓഫാക്കാം. എവിടെ ഓഫ് ലിവർ? അതാണ് നമ്മുടെ വണ്ടി ഓഫ് ലിവർ. എയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കട്ട് ചെയ്തോളാം, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. എവിടെ വരുന്നത്? ഇവിടെ കട്ട് ചെയ്ത് കേട്ടോ. ആ ജോയിൻ്റിൽ നിന്ന് വിട്ടിട്ട് ഇതാക്കുകയാണ് കേട്ടോ. ഇപ്പോൾ സംഗതി ഇതാട്ടോ ജോയിൻ്റ്. ഈ കാണാനാണ് നമ്മുടെ എയറിൻ്റെ ജോയിൻ്റ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളത് ജസ്റ്റ് ആക്കുക. അപ്പോൾ ഫ്രണ്ട്സ് സംഗതി ഇതാ ഈ കാണുന്ന പൈപ്പിൽ നമുക്ക് ജസ്റ്റ് ഇതാ ഈ ഒരു സാധനം എടുത്തിട്ട് ഇതിൻ്റെ ഈ നൊരുമ്പലൊക്കെ കളയണം. ജസ്റ്റ് ഇതാ ഇതൊരു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്താൽ മാത്രം മതി. സംഗതി ലോക്കായി. ഇനി ഈ പൈപ്പിന് പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അടുത്ത ഇതാ ഈ ഒരു പൈപ്പ് കൊടുത്തിട്ട് ജസ്റ്റ് ഇത് സംഗതി നേരെ തുടക്കണം കേട്ടോ, അല്ലെങ്കിൽ ആകെ പണിയാവും. ഈ ഒരു ഇത് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് മുകളിലേക്കൊന്ന് വലിച്ചാൽ സംഗതി ലോക്കായി. ഇനി ഈ സംഗതി എയർ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വരില്ല. നമുക്ക് വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് താഴത്തേക്ക് പ്രസ് ചെയ്തിട്ട് ഈ പൈപ്പ് വലിച്ചു വരിക, സംഗതി റിലീസ് ഔട്ടും ചെയ്യും. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. ഓക്കെ, എയർ കയറട്ടെ. ഇനി എയർ കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റും. സംഗതി പൈപ്പുകളൊക്കെ പഴക്കം കൂടിയ സംഗതി എന്തായാലും എയർ പൈപ്പ് പൊട്ടും.
അപ്പോൾ എന്തായാലും എപ്പോഴും കണക്ടർ നമ്മളടുത്ത് 6-ൻ്റെ ഉണ്ട്, പിന്നെ 8-ൻ്റെ കണക്ടർ ഉണ്ട്. ഇത് 8ആണ് സൈസ്, അപ്പോൾ 6-ൻ്റെ കണക്ടറും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഈ എയർബസിൻ്റെ എയറിൻ്റെ ഇതിന് ഒക്കെ നമ്മൾ 6ആണ് ഉപയോഗിക്കുക. അപ്പോൾ ചിലതിന് മാത്രം 8-ൻ്റെ പൈപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ AC വണ്ടി, അതായത് സ്ലൈഡിങ് ഗ്ലാസ് AC വണ്ടിയൊക്കെ നമ്മുടെ 8-ൻ്റെ പൈപ്പാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഫിക്സഡ് ഗ്ലാസ് ബസ് ഫുള്ള് 6-ൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നും ഇത് കേൾക്കാനില്ല, ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു വാക്ക് അറൗണ്ട് നോക്കി നോക്കാം. ഈ ഒരു രീതിയിലാണ് സംഗതി പരിപാടി. ഫുൾ വൈറ്റ് അടിച്ച് ഞാൻ ഓൾറെഡി ഇന്നലെ കാണിച്ചു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ജസ്റ്റ് ഇനിയൊക്കെ കഴുകി വൃത്തിയാക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. സംഗതി ടയറൊക്കെ പെയിൻ്റ് അടിച്ച് കൊടുന്ന് നിർത്തിയാവും. അങ്ങനെ കൊടുന്ന് നിർത്താനേ പറ്റുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ലോക്ക്ഡൗൺ ആയി, നമുക്ക് ഓടാൻ പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. ഓക്കെ, സംഗതി വേറെ പ്രശ്നം കൂടി. ഒരു പൊട്ടൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ അടുത്ത പൊട്ടൽ, അതിൻ്റെ തൊട്ട് താഴെ അടുത്ത പൊട്ടലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അവിടെയും കത്തിക്കണം. സംഗതി ഇനി എയർ പൈപ്പ് മാറ്റിയാണല്ലോ. എയർ പൈപ്പ് നമ്മുടെ മറ്റേ വണ്ടിയിലുണ്ട്, അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് എടുത്തേക്കാം. ആ ബ്ലേഡ് അവിടെ വീണ്ടും പൊട്ടിയിരുന്നു. അങ്ങനെ നമ്മളൊരു വീണ്ടാമതും എയർ പൈപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പീസ് ഇതാ ഈ കിടക്കുന്നതാണ് കേട്ടോ. ഈ കിടക്കുന്നതാണ് അതിൻ്റെ പീസ്. ഇതിൻ്റെ എവിടെയോ ആയിട്ട് പൊട്ട് ഉണ്ട്. ഇതാണോ ഇങ്ങനത്തെ ക്രാക്കാണ് വന്നത്. അപ്പോൾ അത് കാരണം നമുക്കത് യൂസ് ചെയ്യാൻ നടക്കില്ല. ഇനി എന്തായാലും എയർ പൈപ്പ് മാറണം. കാരണം ഒരുപാട് കാലം നിന്നത് കാരണം നമുക്ക് ചിലപ്പോൾ എയർ പൈപ്പൊക്കെ പൊട്ടും. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഫുൾ എയർ പൈപ്പ് മാറ്റിയാണ്. അതല്ലെങ്കിൽ നമുക്ക് എന്താ കണക്ടർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. കണക്ടർ ഇട്ടാൽ മതി, ബാക്കി പ്രശ്നമൊന്നും നമുക്ക് വരാൻ പോകില്ല. നമ്മളെന്തായാലും വണ്ടികളിലൊക്കെ കണക്ടർ ഉണ്ടാവും, എല്ലാ വണ്ടികളിലും ഉണ്ടാവും. അപ്പോൾ എയർ ഫുള്ള് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത പൊട്ടലുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സംഗതി ഇതാണ് നമ്മൾ നിർത്തിയ സ്ഥലം. ഒരു പുൽനാമ്പ് പോലും മുളച്ചിട്ടില്ല. എല്ലാ ചെടികളും കരിയും കൂടിയാണ് ചെയ്തത്. അത് വേറെ കാര്യം. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും റേസ് ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ മറ്റേ വണ്ടി അടുത്തേക്ക് പോകണം. മറ്റേ വണ്ടിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഇതിൻ്റെ ബാറ്ററി അയച്ചുകൊണ്ട് പോകണം. ആ വണ്ടി ബാറ്ററി ഇറങ്ങിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാറ്ററി അയച്ചുകൊണ്ട് പോകണം. ഇവിടെയൊക്കെ ഫുൾ ചെതലാട്ടോ, ചെതലൊടിച്ചിറക്കാം. ഫുള്ള് ചെതലൊടിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സംഗതി സൂര്യ വെളിച്ചം തട്ടാത്തതുകൊണ്ടാണ് ഫുള്ള് കരിഞ്ഞ് പോകുന്നുണ്ട്. നമ്മൾ കറക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ തന്നെ കറക്റ്റ് എപ്പോഴും ഇങ്ങനെ കയറ്റി നിർത്താറുള്ള കാരണമാണ്. അപ്പോൾ നമുക്ക് ഇനി തിരിച്ചിട്ട് ഈ വണ്ടി റിവേഴ്സ് ഇട്ട് നിർത്താം. പോട്ടെ പോട്ടെ. ജസ്റ്റ് ഒന്ന് കറക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വേറെ പണിയൊന്നുമില്ലല്ലോ. എങ്ങനെ വണ്ടി റിവേഴ്സ് ആയിട്ടാണ് പറഞ്ഞത്. ആ റിവേഴ്സ് അങ്ങോട്ട് കയറ്റിടാണ് തിരിച്ചിട്ട്. സംഗതി മൂന്നാമത് പൈപ്പ് വീണ്ടും പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത തവണ വണ്ടി ഇറക്കുമ്പോഴേക്കും നമ്മൾ ആ പൈപ്പ് മാറ്റിയിരിക്കുക. ആ പൈപ്പ് മാറ്റാൻ ഇനി ഓടാൻ സാധിക്കില്ല. കാരണം എന്തെങ്കിലും അർജൻറ്റ് ട്രിപ്പ് പിടിച്ച് പോകുമ്പോഴാവും നമുക്കിത് ഇതാക്കുക. അപ്പോൾ വണ്ടി നമ്മൾ ജസ്റ്റ് തിരിച്ചിടണം മാത്രമേ ഉള്ളൂ. നമുക്ക് ട്രിപ്പിൻ്റെ ടൈം ആയിട്ടില്ല. അപ്പോൾ ട്രിപ്പിൻ്റെ ടൈം ആകുമ്പോഴേക്കും ആ എയർ പൈപ്പ് ഫുള്ള്, ആ ഒരു സെറ്റ് ഫുള്ളായിട്ട് മാറ്റണം. അപ്പോൾ വീണ്ടും അവിടെ ആ പൊട്ടി ഇത്തവണ ഇവിടെ അല്ല പൊട്ടീനെ, ഇത് കാണുന്നുണ്ടോ? അതാണ് ഇവിടെ ആയിട്ടാണ് പൊട്ടീനെ, അടുത്ത പൊട്ടി. അപ്പോൾ നമുക്ക് ആ എയർ പൈപ്പ് എന്തായാലും മാറ്റണം. അത് മാറ്റാൻ നമുക്ക് പരിപാടി നടക്കില്ല. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മറ്റേ ബസ്സിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോഴേക്കും ഇതിൻ്റെ ബാറ്ററി അയച്ചിട്ട് വേണം നമുക്ക് അവിടെ പോകാൻ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഫാസ്റ്റാഗ് നമ്മൾ വണ്ടി വാങ്ങിച്ചപ്പെടുത്താണ് ടോള് കടന്നു വരാൻ. അപ്പോൾ എന്തായാലും ഇനി ഇത് എന്തായാലും വണ്ടിക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതോടെ ഒട്ടിച്ച് കളയാം. അപ്പോൾ നമ്മുടെ മറ്റേ AC വണ്ടിയിൽ ഒട്ടിച്ച പോലെ തന്നെ ഈ ടൈമിൻ്റെ ലീഡിൽ തന്നെയാണ് നമ്മൾ ഒട്ടിക്കുന്നത്. അതാകുമ്പോൾ അങ്ങനെ ഈ വണ്ടിക്ക് ഫാസ്റ്റാഗ് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാ വണ്ടികൾക്കും ഫാസ്റ്റാഗ് ആയിരുന്നു. അപ്പോൾ ഇതാ കണ്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഓഫ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഓഫ് ലിവർ. കണ്ടോ, എയർ ലീക്കിൻ്റെ ശബ്ദമാണ് ഷൂ എന്ന് പറഞ്ഞ് കേൾക്കണേ. ജസ്റ്റ് ഗിയറിലിട്ടു, ചാവി ഓഫ് ചെയ്തു, അതുപോലെ തന്നെ ബാറ്ററിയുടെ കട്ട് ഓഫ് സ്വിച്ച് ഓഫ് ചെയ്തിട്ടു, ഡോറും ക്ലോസ് ചെയ്തു. എവിടെ ഇങ്ങടാണ്. യെസ്, നമ്മളങ്ങനെ 2 ബാറ്ററി ഒന്നും കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഡിക്കിയിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വള്ളവനാടിൻ്റെ കുട്ടി വണ്ടി ഒന്ന് മാറ്റിയിടണം. അപ്പോൾ അതിൻ്റെ ബാറ്ററി വയറൊക്കെ കൊടുത്തു. കാരണം ബാറ്ററി വയറൊക്കെ വിടർത്തിയിട്ടിരിക്കണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ വള്ളവനാടിൻ്റെ ഇൻറ്റീരിയർ. ജസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് മെയിൻ ഇതവിടെയാണ്, മെയിൻ ഓണാണ് ഓൾറെഡി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം.
ഓക്കെ, എന്തെങ്കിലും വന്നോ? കിലോമീറ്ററൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ന്യൂട്രർ, അതെ ന്യൂട്രാണ് കേട്ടോ. ഇത് ലിൻസാണ് ചേസ്. സ്ലോ റണ്ണിങ് കുറച്ച് വെച്ചിട്ടുണ്ടോ? അത് വേറെ ഒന്നല്ല, സ്ലോ റണ്ണിങ് വളരെ കുറച്ച് വെച്ചിട്ടാണ് അത് അങ്ങനെ തോന്നുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, പക്കയാണ്. ഇപ്പോൾ എന്തായാലും ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റേസ് ആക്കാം. ഇപ്പോൾ സംഗതി മാസ്ക് വെച്ച് എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, പോലീസ് ഇടയ്ക്കിടയ്ക്ക് റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ വരും. അപ്പോൾ അത് വേണ്ട വിചാരിച്ചിട്ടാണ്. ഓക്കെ, ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫിക്സഡ് ക്ലാസ്സിലാണ്. അപ്പോൾ നമ്മുടെ ഫിക്സഡ് ക്ലാസ്സിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഇതാണ്, ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പുള്ളിക്കൊന്നൊരു കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഫിക്സഡ് ക്ലാസ് സ്റ്റാർട്ടാക്കി നിർത്തി. ഇപ്പോൾ ഉണ്ടോ അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളും, അത് തന്നെ എക്സ്ട്രാ ബാറ്ററിയാണ്. വേറെ വണ്ടറെ നമ്മുടെ ഈ വണ്ടറെ AC ബാറ്ററി ഉണ്ടായിരുന്നേ, അല്ല നമ്മുടെ ട്രാവലറിൻ്റെ ബാറ്ററി ഉണ്ടായിരുന്നേ. അപ്പോൾ അത് എന്താ കംപ്ലൈൻ്റ് ആയപ്പോൾ ഒരു മാറ്റിയിട്ട് ട്രാവലറിന് പുതിയ ബാറ്ററി വാങ്ങിച്ചു. ഇപ്പോഴല്ല, കഴിഞ്ഞ ലോക്ക്ഡൗണിൽ സംഭവിച്ചതാണ്. അപ്പോൾ എന്തായാലും എല്ലാ വണ്ടിയും സ്റ്റാർട്ടാക്കുകയാണ്. അതുപോലെ തന്നെ നാളെ അവനൊരു എറണാകുളം ട്രിപ്പ് ഉണ്ട് കേട്ടോ. ഇത് നാളെ എറണാകുളം ട്രിപ്പ് പോകാൻ പോകണം. അപ്പോൾ ഇന്ന് അവനെ കഴുകി അടിപൊളി കുട്ടപ്പനാക്കി നിർത്താണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എത്ര ലെങ്ത് ഉണ്ടാവുമെന്ന് ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊണ്ടുവരാണ്. എന്താ ഫുള്ള് ചളി മയെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് പോരാൻ പറ. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ രണ്ട് വണ്ടി ഇവിടെ കൊണ്ടു നിർത്തിയിട്ടുണ്ട്. സംഗതി ഇവൻ ട്രിപ്പിൾ കാരണം അവനെ കഴുകാൻ വേണ്ടി ഇവിടെ കൊണ്ടു കയറ്റി നിർത്തിയിട്ടുണ്ട്. നമ്മുടെ മറ്റേ വണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സംഗതി തണലത്തൊക്കെ നിർത്തി, നല്ല കുറേ കാലത്തിന് ശേഷം ഉച്ചയൊക്കെ തണലിൽ നിൽക്കണേ. ഇത്രയും ദിവസം ഫുൾ വെയിലത്തായിരുന്നു, വെയിലത്താണ് നിന്നിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി കഴുകണം. അതിൻ്റെ മുമ്പ് ഭക്ഷണം കഴിച്ചിട്ട് കഴുകണ പരിപാടിയൊക്കെ ഉള്ളൂ. അങ്ങനെ നമ്മൾ ചൈതന്യ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിറക്കാണ്. സംഗതി ഇത് നമ്മുടെ രാജോട്ടിൻ്റെ റിലേറ്റീവ്സിൻ്റെ കൺവെൻഷൻ സെൻ്ററാണ്. അപ്പോൾ നമ്മൾ ബേട്ടിട്ടാണ് ഇന്ന് വണ്ടി കഴുകാൻ പോകുന്നത്. രാജകീയമായ കഴുകുകളൊക്കെ പറയുന്നത്. ഫുൾ AC കൺവെൻഷൻ സെൻ്ററാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് ഫുഡിൻ്റെ കൺവെൻറ്ററും ഒക്കെ പാടായിട്ടുള്ള സെറ്റപ്പാണ്. അപ്പോൾ പ്രൊമോഷൻ ഒന്നല്ല കേട്ടോ, സംഗതി നമ്മൾ വണ്ടി ബേട്ടിട്ട് കഴുകണമെന്ന് മാത്രം. അതിൽ ഫുള്ള് റിവേഴ്സാ മറച്ചടിച്ചിട്ട്. സംഗതി ഇത് കഴുകണതിൻ്റെ മുന്നുള്ള കോലാട്ടോ. ഇനി നമുക്ക് കഴുകി കഴിഞ്ഞിട്ടുള്ള കോലം കാണാം. അപ്പോൾ സംഗതി അടിപൊളിയായിട്ട് കഴുകാനുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഓ, അങ്ങനെ ഒരു സൈഡ് നമ്മുടെ കഴുകൽ കഴിഞ്ഞു. ഇനി മറ്റേ സൈഡും കൂടി കാണിച്ചാൽ, ഈ സൈഡ് പോയി ആ സൈഡ് കണ്ടോ ഫുൾ ചളി പിടിച്ചിട്ട്. ഇനി ഈ സൈഡും കൂടി കഴുകി അടിപൊളിയാക്കണം. ബാക്ക് കഴുകി കഴിഞ്ഞു കേട്ടോ, ബാക്ക് കഴുകി. അപ്പോൾ ബാക്കും കൂടി കാണിച്ചാൽ ഓ ഗായ്സ്, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെറുക്കൻ ഇതായി ഇറങ്ങാണ്. കഴുകലെല്ലാം കഴിഞ്ഞ് വിശദീകരിച്ച് കഴുകി എല്ലാം അടിപൊളിയായിട്ട് കഴുകി ഫുൾ വൃത്തിയാക്കി. ഇനി ആനപ്പറമ്പിലേക്ക് നമുക്കിവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാം എടുക്കാം. ഓക്കെ,
ഓഹോഹോ. അപ്പോൾ ഫ്രണ്ട്സ് സംഗതി നേരെ നമ്മുടെ മറ്റേ പുതിയ വണ്ടി ഇതാണ്ട അവിടെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്, അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവനെന്തായാലും ഇങ്ങോട്ട് കയറ്റാം. ശരിയാക്കുക. സംഗതി എന്താ വെച്ചാൽ അവിടെ നമുക്ക് വലിയ ബസ് ഒന്നും സ്ഥിരം കയറ്റാറില്ല. സംഗതി നമ്മൾ ആ കൺവെൻഷൻ സെൻറ്ററിലേക്ക് ബസ് കയറുന്നുണ്ടോ നോക്കാൻ വേണ്ടി ഒരു തവണ നമ്മൾ നമ്മുടെ വണ്ടി കയറ്റിയിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ കഴുകാൻ വേണ്ടി ജസ്റ്റ് കയറ്റിയതാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ബാക്കി ആ കൺവെൻഷൻ സെൻറ്ററിൻ്റെ പാർക്കിംഗ് ആണിത്. ഇത് ഫുൾ അവർ ലീസിന് എടുത്ത പാർക്കിംഗ് ആണ്. ഇതിലാണ് ബസ് പാർക്ക് ചെയ്യാറ്. ബസ്സുകളൊക്കെ ഉണ്ടോ ഫുൾ വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ട് കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി നേരെ നമ്മുടെ പമ്പ് കൊണ്ട് നിർത്തി പോകും. ഓഹോ യെസ്, കാണുമ്പോൾ തന്നെ എന്തൊരു കുളിർമ തോന്നുന്നു. യെസ്, അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇതാണോ നമ്മളെ 2 കൊമ്പന്മാർ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി പമ്പിലെത്തിയിട്ട് ബാക്കിയെല്ലാം കൂടി നോക്കി എന്നിട്ട് നമുക്ക് വീഡിയോ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓ ഗായ്സ്, അങ്ങനെ സംഗതി പരിപാടികളെല്ലാം കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇതാ പമ്പിലേക്ക് എത്തി. യെസ്, ഫുൾ അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായി വൃത്തിയായിരുന്നു വെച്ചിട്ടാ. ഇത്രയും ദിവസം ചളി പിടിച്ച് കിടന്നിട്ട് അങ്ങനെ നമ്മൾ പമ്പിൽ കൊടന്ന് നിർത്തിയിട്ട് സൗണ്ട് സെറ്റിങ്സ് ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നത് ജസ്റ്റ് ഒന്ന് ഓണാക്കിയതാണ്. ഒന്നും പറയാല്ല, സംഗതി ഒരു സബിൻ്റെ പേപ്പർ ഫുള്ളായിട്ട് പുകഞ്ഞു എന്ന് തോന്നുന്നു. കാരണം എന്താ പെരുന്ന് മാത്രമേ സബ്ബെന്ന് വരുന്നുള്ളൂ. കാരണം സീറ്റിൻ്റെ അടിയിലാണ് നമ്മൾ സബ് കൊടുക്കുന്നത്. ഇവൻ്റെ സംഗതി ഔട്ട് ഓഫ് കൺട്രോൾ, അവനെ ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് സിംഗിൾ സബ്ബാക്കിയിട്ട് അവിടെ ഉള്ളൊരു സബിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് പറ്റിയ വിരവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീക്കറിലൊക്കെ ചെറിയ പതർച്ച വരുന്നുണ്ട്. പക്ഷേ സബ്ബൊക്കെ ആയിട്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഒക്കെ പക്കയായിട്ടും വരുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എല്ലാതും പിടിച്ചിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. സംഗതി സിംഗിൾ സബിലാണ് നമ്മൾ എപ്പോഴും ഓടാറ്. ഡുവൽ സബ് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ സിംഗിൾ സബ് ആക്കി നമ്മൾ. എന്തായാലും കുഴപ്പമില്ല, എല്ലാ സ്വിച്ചും കുഴപ്പമില്ല. ഓക്കെ, പിടിച്ചേക്കാനുള്ള സംഗതി നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശം ഉണ്ടെങ്കിൽ തൊട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ എന്തായാലും മറക്കരുത്. അപ്പോൾ അതെന്തായാലും ഒന്ന് അറിയിക്കേണ്ടതാണ്. എന്നാലും നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നെങ്കിൽ മാറ്റങ്ങളൊക്കെ ഇതാക്കാൻ പറ്റും. ഇനി അടുത്ത നമുക്ക് തൊട്ടടുത്ത ദിവസം എറണാകുളം ട്രിപ്പ് വരാൻ പോകുന്നുണ്ട്. നമ്മളെല്ലാ വണ്ടികളെയും പരിചയപ്പെടുത്തിയത് തലേ ദിവസമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വണ്ടി ഫുള്ള് കഴുകിയിട്ടു. നമുക്ക് വരും ദിവസങ്ങളിൽ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഒന്ന് കുട്ടപ്പന്മാരാക്കി നിർത്താണ്ട്. അപ്പോൾ നാളെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് എറണാകുളം ട്രിപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും എറണാകുളം ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നമ്മൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കട്ടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്ന്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനി എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നീട് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, തൊട്ട് താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും ജസ്റ്റ് കയറി അടിപൊളിയായിട്ട് ഫോളോ ചെയ്തൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയക്കാൻ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് അയച്ചാൽ മതി, എന്തായാലും റിപ്ലൈ കിട്ടുന്നതായിരിക്കും. സോ എന്തായാലും അടുത്തൊരു പുതുപുത്തൻ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരും വരെ ബൈ ടേക്ക് സൈനിങ് ഓഫ് എന്ന് പറയുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെൽ ബട്ടണുകൾ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് എനേബിൾ ചെയ്യുക. സോ ബൈ.